ഇവിടെ രാവിലെ മുതൽ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു രക്ഷയില്ല. ഇന്ന് ഉച്ചത്തേക്കായിട്ട് കുറച്ച് ബിരിയാണി അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. രാവിലെ എല്ലിങ്കപ്പയ്ക്കും വേണ്ടി വാങ്ങിച്ചുകൊണ്ടുവന്ന എല്ലിന്ന് കുറച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ദം ബിരിയാണി ഞാൻ ഇതുവരെ സെറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം ആ ഒരു പരീക്ഷണം നടത്താമെന്നും കൂടെ വിചാരിച്ചു. അങ്ങനെ ഏതായാലും നമ്മുടെ ബീഫിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 7 വിസിലിൽ ആളെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മുടെ റൈസും കൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും ദമ്മിടാനായിട്ട് തുടങ്ങാം അല്ലേ. ആദ്യം നമ്മുടെ ബീഫൊക്കെ ഇട്ട് കൊടുത്ത് മുകളിൽ കുറച്ച് റൈസൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും കൂടെ കൂടിയിട്ട് വറുത്തെടുത്തതും മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ അങ്ങനെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ പൈസ കൂട്ടിന് ജ്യൂസും കൂടെ കൂടിയിട്ട് വമ്പൻ അലമ്പ്. പിന്നെ അവനെ ഒന്ന് സമാധാനിപ്പിച്ചെടുത്തതിന് ശേഷം നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് എനിക്ക് ഡൗട്ടായിപ്പോയി. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ കറി കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാലഡും പപ്പടം കൊണ്ട് കൂട്ടിയിട്ട്